എല്ലാവർക്കും നമസ്കാരം. സുനിതാസ് മിസ്റ്റിക് ടാരോ റീഡിംഗ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ടാരോ റീഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് ഞാനിതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരുടെയും എൻ്റെ മാതാപിതാക്കളുടെയും അനുഗ്രഹത്തോടുകൂടി എൻ്റെ ആദ്യത്തെ റീഡിങ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എന്നെ ടാരോ പഠിപ്പിച്ചത് പ്രദീപ് ഹരിഹരൻ സാറാണ്. അദ്ദേഹം യൂണിവേഴ്സൽ ഹബ്ബ് എന്ന് പറഞ്ഞൊരു അക്കാഡമി നടത്തുന്നുണ്ട് ടാരോനെ പറ്റി. അപ്പോൾ അദ്ദേഹത്തിനും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും അതും കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളാണ്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ഞാൻ 3 കാർഡ് റീഡിംഗ് ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് വാൻസ്, സെക്കൻഡ് കാർഡ് ക്യൂൻ ഓഫ് സോർ, തേർഡ് കാർഡ് ക്യൂൻ ഓഫ് കപ്സ്. കാർഡൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ 7 ഓഫ് വാൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. ഇത് ഫയർ എലമെൻ്റ് ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. പിന്നെ ക്യൂൻ ഓഫ് സോർ എന്ന് പറഞ്ഞാൽ എയർ എലമെൻ്റ് ആണ്. ജെമിനൈ, ലിബ്ര, അക്യൂറിയസ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് വാട്ടർ എലമെൻ്റ്, ക്യാൻസർ ആണ്. അപ്പോൾ ഇവർക്കൊക്കെ കൂടുതൽ റെസനേറ്റ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് റെസനേറ്റ് ചെയ്യില്ലെന്നല്ല, ഇവർക്ക് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യും. അപ്പോൾ ഈ 7 ഓഫ് വാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ റിലേഷനിൽ പല ആളുകളും, അത് ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവർക്കും ഈ റിലേഷനിൽ വലിയ താല്പര്യമില്ല. ഈ റിലേഷൻ അവസാനിപ്പിക്കാൻ വേണ്ടി അവർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രതിസന്ധികളും കടന്ന് അദ്ദേഹം ഈ ബന്ധം നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് 2 പേർക്കും ഈ റിലേഷനിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഏത് സാഹചര്യത്തെയും മറികടന്നുകൊണ്ട് ഈ റിലേഷൻ നിലനിർത്താനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യൂനോ സാർ ആണെങ്കിൽ എന്താ, ഈ വ്യക്തി ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം ഇദ്ദേഹത്തിന് എതിരെ നിൽക്കുന്നതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ ഒറ്റക്കാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകളെ പറ്റി അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. ആരാണ് തൻ്റെ കൂടെ നിന്നിട്ട് പുറകിൽ നിന്ന് കുത്തി ഈ റിലേഷൻ ഇല്ലാണ്ടാക്കുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഈ സമയത്ത് അദ്ദേഹം ഈ റിലേഷൻ തകർക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ ഈ ഉറച്ച നിലപാട്, ഈ റിലേഷനിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഈ നിലപാട് കണ്ടിട്ട് അവർക്ക് തന്നെ ഒരു പേടി തോന്നുകയാണ്. കാരണം ഇവർ തന്നെയാണല്ലോ ഇതിന് തടയിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയും തടയിടുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഈ പ്രവൃത്തി അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഓർത്തിട്ട് അവർക്കും ഒരു പേടി തോന്നുകയാണ്. അദ്ദേഹം ഈ റിലേഷനിൽ തന്നെ പിന്നെയും സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ ഇങ്ങനെ ആൾക്കാരുടെ ഇൻഫ്ലുവൻസൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ അധികം കാണിക്കാണ്ട് സൂക്ഷിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം സ്വന്തം നിലയിൽ ഈ ബന്ധത്തിലൊരു സ്വാതന്ത്ര്യം, മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് ജീവിക്കാനായിട്ട്, സ്വാതന്ത്ര്യത്തോട് ജീവിക്കാനായിട്ട്, മറ്റവരെ ആശ്രയിക്കാണ്ട് ജീവിക്കാനായിട്ടൊക്കെ അദ്ദേഹം സ്വന്തം നിലയിൽ കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഈ ബന്ധത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിക്കാണ്ട് അദ്ദേഹത്തിന് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ട് കുറച്ച് ലിമിറ്റൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് കുറേ സമയം കൊടുത്ത് നിങ്ങൾ ഈ ബന്ധം ഒന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി മുന്നോട്ട് പോയാൽ ഈ ബന്ധം കൂടുതൽ നന്നായിരിക്കും. പിന്നെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്നേഹത്തിൻ്റെ കപ്പുമായിട്ട് ഇങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ കുറച്ച് ലിമിറ്റൊക്കെ ചെയ്ത് ഈ ബന്ധം അങ്ങ് പോകുമ്പോൾ അദ്ദേഹം തന്നെ ഒരു സ്നേഹത്തിൻ്റെ കപ്പുമായിട്ട് അദ്ദേഹം വരും. അത് ഈ ബന്ധം ഒരു സ്ഥിരതയുള്ളൊരു റിലേഷനാക്കി അദ്ദേഹം തന്നെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇപ്പോൾ അദ്ദേഹം വരുന്നത് ഇമോഷനിലും ഫീലിങ്സും സത്യസന്ധതയൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് വിചാരിച്ച്
കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ റിലേഷനിൽ എന്താണ് കെട്ടുറപ്പുള്ള ഒരു റിലേഷനാക്കി അദ്ദേഹം മാറ്റും. നിങ്ങൾക്കൊരു സ്നേഹത്തിൻ്റെ കപ്പ് അദ്ദേഹം കൊണ്ടുതരും. ഇത് അദ്ദേഹത്തിന് എന്താണ് നിങ്ങളോട് വാത്സല്യമാണുള്ളത്. ഒരു എന്താണ് മകളോട് അല്ലെങ്കിൽ മകനോടുള്ള പോലെ വാത്സല്യമുണ്ട്, കരുണയുണ്ട്, അനുകമ്പയൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിങ്ങളോടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബന്ധത്തിൽ ഒരു നെഗറ്റീവ് ചിന്തിക്കേണ്ട. അദ്ദേഹം ഇപ്പോൾ കുറച്ച് ലെസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കപ്പുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ സിംഗിൾസാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്നേഹബന്ധം കണ്ടെത്താൻ കഴിയുമെന്നാണ് എന്താണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെറിയ റീഡിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.